ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മൾ അടുത്തുള്ള പാടത്ത് തന്നെയാണ് കേട്ടോ. നമ്മളിത് ഈച്ചാൽ ഒരുമാതിരി ഇപ്പം നല്ലപോലെ പറ്റിയിട്ടുണ്ട്. ഇത് JCB കുഴിച്ചിട്ടിരിക്കുക. ഇപ്പോൾ ഈച്ചാലാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് മേളിൽ നിന്ന് തപ്പി വരാം. അത്രേ ഉള്ളൂ. വാ ഇവിടുത്തെ ചൂണ്ടക്കാരൊക്കെ വാ. ഇവിടുത്തെ ചൂണ്ടക്കാരൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ അകത്ത്? വരാനും എല്ലാം കാണുന്നുണ്ട്. നമ്മളത് ഈ ചാലില്ല കേട്ടോ. ഇത്തലാകുമ്പോൾ കുറച്ച് ചവറെല്ലാം കിടക്കുന്നു. വെള്ളം കുറവാ. ശങ്കർ ബ്രോ ഇല്ല, അവിടുന്ന് അടിച്ചു വരുന്നുണ്ട്. അടിച്ച നീ അടിച്ച. ഞാനില്ല ആ ഇട്ട കമ്പങ്ങളൊന്നും എടുത്തോളാം. ഇവിടെ കൊടുത്താൽ പോരാ. ഇവിടെ കൊടുത്താൽ പോരെ. നമ്മളെ ഇവിടെ ഒരു വല കുത്തി കേട്ടെ. ഇനിയിപ്പോൾ നമ്മൾ കിഴക്കോട്ട് നടക്കുക. നമ്മളതിൽ ആ ചെറിയ നല്ല ചാലുണ്ട് കേട്ടോ. നമ്മളവിടെ കൂടെ നോക്കാം. അവിടെ JCB കുഴിച്ചത് നല്ല താഴ്ചയുള്ള ചാല. ഇഞ്ചിപ്പുടം വരെ ഉള്ള ചങ്കര. ഇഞ്ചിപ്പുടം വരെ ഉള്ളു, ഹോളില്ല. അതിലോട്ട് ഹോളില്ല. തന്നെ അടിവെല്ലാം കുറ്റി ഉണ്ടാക്കി. നമുക്ക് അത് തന്നെ നോക്കാം അല്ലേ. ഇങ്ങോട്ട് പയ്യെ ഇടിച്ച് താന്നറിയാൻ മേല. ആ വരാനുണ്ട്. ഓ ഓ പിടി എത്ര. ചുമ്മാ നിൽക്കുമായിരുന്നു. ഉണ്ടോ? അള്ളയാണ് എടുക്ക. നല്ല വേറെ അങ്ങോട്ടെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ ഞാൻ നോക്കട്ടെ.
എന്നാ ഇങ്ങോട്ട് കൈ കയറ്റി ഞാൻ വാല പിടിച്ച് ഇങ്ങോട്ട് വെച്ചിരിക്കും. വാല പിടിച്ചിട്ടുണ്ടാണ്, കൈ ഇടക്കൂടെ കയറ്റി പിടിക്കാമെങ്കിൽ ഞാൻ വാല മുറുക്കി പിടിച്ചിരിക്കും. ഓക്കെ. കാലെന്താ കൊണ്ടാണ് അതാരങ്ങണ്ട കയറിയത്. അതുകൂടാതെ വിരൽ മുറിയുകയും ചെയ്തു തന്നെ എന്തോ കൊണ്ട്. നമ്മുടെ വലയിലെന്തോ അടിച്ചു കേട്ടാ. സൈഡിൽ പമ്മി നിൽക്കും, സൈഡിലേ ചുമ്മാ നിൽക്കുക. വാ എന്താ ശങ്കര പൊക്കാടാ. ഇത് ഇവിടെ എന്തോ കലങ്ങിയത് തന്നെ. എടാ നമ്മളെ കാലം നീ അതൊന്ന് കാലം എടുത്തടാ. ഇല്ല ഇത്രയും വലയൊന്നും ഇങ്ങോട്ടൊന്ന് അങ്ങോട്ട് തന്നെ വരും. ആഹാ വലിയ ശങ്കര ശങ്കര വലിച്ച് മൊത്തം കയറ്റി ഇപ്പുറത്തോട്ട് കണ്ടത്തിലേക്ക് ഊട്ട ഉണ്ടായി ഊരിപ്പോവും. ആഹാ അതെ അതെ ഇവിടെ ഇത് തന്നെയാണ് അവിടെ. വരച്ചിരിക്കുമോ നോക്കിക്കോണം, അവരാരെങ്കിലും വന്നാൽ. സൂപ്പർ വരാല്ലോ അല്ലേ ശങ്കര? എല്ലാം നല്ല വരാം, എല്ലാം നല്ല അടിപൊളി വരാല്ലേ കേട്ടോ. അരക്കില ടൈപ്പ് വരാൽ 2 3 ഉണ്ട്. ഇല്ല ആ പോണ അരക്കല്ലേ ശങ്കര എടുക്കുന്നത്, അരക്കിലേ മേലിലത്. എന്നാ ശങ്കര വെട്ടിക്കുന്നു. ഇനി 2 കൂടെ. നമ്മൾ ഓടി എന്ന് പറഞ്ഞ സാധനം കണ്ടല്ലോ. നമ്മുടെ വല പൊങ്ങും ഒരു 3-3.5 കിലോ ആളുകളെടുത്ത് മീനുണ്ട് കേട്ടോ. ഈ വലയൊന്ന് കുടഞ്ഞേച്ച് വേണം അടുത്ത പരിപാടി. ഏതാ പിടിക്കാൻ? അത് പിടിച്ചോ. ആ നമുക്ക് ആ ചറയറമ്പിലെ ചാല് തന്നെ നോക്കാം. എന്നിട്ട് എടാ ഇതൊന്ന് പിടിച്ചടാ, അതിൻ്റെ ഇതൊന്ന് പിടിച്ചു. ഞങ്ങളെ
ഈ പാടത്തിൻ്റെ കിഴക്കേ അറ്റം വരെ നടന്നു നോക്കിയേട്ടാ. എന്ന് പറഞ്ഞാൽ ചാലില്ല, ചെറിയ ചാല. ഇത് ചെറിയ ചാല, വെള്ളമില്ല. നമ്മളിപ്പം ഇതിനെ കിഴക്കോട്ട് പോയി നോക്കിയിട്ട് രക്ഷയില്ല. അപ്പം പടിഞ്ഞാറക്കള്ളിയിൽ ഒരു ശകലം വെള്ളമുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു വല വെച്ചും ഇവിടുന്ന് തപ്പാൻ നോക്കും. അപ്പം ഈ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം ഓരോ മുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ആ മുട്ടിന് ഓരോ തൂമ്പ് ഉണ്ട്. ഈ വെള്ളമില്ലാത്ത കാരണം ചിലപ്പോൾ ആ തൂമ്പിൻ്റെ അകത്ത് ചിലപ്പം ഓരോ വരാൽ കയറി പാത്ത് നിൽക്കും. അതുങ്ങൾ തങ്ങി നിൽക്കും. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് മുട്ടെന്ന് പറഞ്ഞാൽ. എന്താ ഇതൊരു മുട്ട. ഇതിലും വഴി വെള്ളം പോകാനായിട്ടൊരു തൂമ്പുണ്ട്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വെള്ളം വരാനായിട്ട്. നോക്ക, ഈ കമ്പ് വന്നിട്ട് നോക്കടാ. കമ്പൊന്നിട്ട് നോക്കി. കപ്പയായി വീറ് കുപ്പി നോക്കിക്കാണോ കേട്ടോ. ചിറകൊക്കെ എന്തെങ്കിലും കല്യാണമോ വിശേഷമൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും വന്ന് ഗ്യാങ് അടിക്കുന്നത്. നീ വരമ്പേക്കട തന്നെ വരുവാ. ഇല്ല, ആ ഓലരടിയിൽ എന്തോ കണ്ടായിരുന്നു, എന്തോ അനങ്ങിയായിരുന്നു. അപ്പം അങ്ങോട്ട് പോവാം. വെള്ളമുള്ള സ്ഥലത്ത് നമുക്ക് സംശയം തോന്നുന്ന സ്ഥലത്തൊക്കെ നമ്മളൊന്ന് നോക്കി പോകുന്നുണ്ട് കേട്ടോ. വരാനുണ്ടെങ്കിൽ ആ ഓല അടിയിലൊക്കെ പമ്മിക്കണ്ട. കാരണം ചാല് അപ്പുറം ഇപ്പുറം ചാലില്ലേ, വെള്ളക്കുറവായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് തങ്ങി നിൽക്കാൻ എന്തെങ്കിലും മാർഗം ഇതൊക്കെ ഓലയുടെ സൈഡിലൊക്കെ വന്ന് പാത്ത് നിൽക്കും. ഒന്നും കണ്ടില്ല. മുട്ടിയടാ, ചുമന്ന് കണ്ടെത്തിയിട്. മുന്നോട്ടാണോ പോയെ? ആ പിന്നെ അങ്ങെന്തോ അനങ്ങി ഓടി ഇങ്ങോട്ട് വരുന്നതാ ശങ്കര. ഞാനേ താഴത്ത് ആ മുട്ട പോയി വല കുത്തട്ടെ. നീ ഇവിടുന്ന് തപ്പിപ്പോരും, ഞാൻ അവിടെ വല കുത്താം. ശങ്കർ ബ്രോ അവിടുന്ന് തപ്പി വരുന്നുണ്ട്. ഞാനപ്പോൾ അവിടെ നമുക്കൊരു വല കുത്തി കൊടുക്കാം. ഇങ്ങോട്ട് എന്തോ ഓടുന്ന പോലെ എനിക്ക് തോന്നി കേട്ടെ. സാജുളിയോ എന്നാ കച്ചാറാണോ? ഒരു 2-3 കിലോ വരാൻ കിട്ടി. ഒന്നും കാണുന്നില്ലളിയ. പക്ഷെ വരാലേ ഒന്നും കാണുന്നില്ലളിയ, പൊങ്ങിപ്പോയി ചാല്. അത് നമുക്ക് രണ്ടാമതാക്കാം. ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്താ ഇറങ്ങിയത് അപ്പയപ്പോ തന്നെ 2 പോയി. അവത്തി 2 പിടിച്ച് അവിടെ പുല്ലല്ലേ, മേലോട്ട് കയറി പുല്ലേ പിടിച്ച് കയറി, പുല്ല് പൊട്ടിപ്പോയി. ആ അലച്ചും തല്ലി കറങ്ങി അടിച്ച് വെള്ളത്തി അവത്തിന്ന്. അപ്പൊ ഞാൻ കയറി പിടിച്ചപ്പോ ഒരു വരാല് വെള്ളത്തിലോട്ട് പോയി. ആ മറ്റേനെ പിടുത്തവും വിട്ടില്ല. അപ്പൊ അണ്ണൻ കലവും വേണം. ഞാൻ മല കുത്താ ഇവിടെ. അല്ലല്ല, ആ കലം ഇവിടെ അല്ലേ. എടാ എൻ്റെ തൊപ്പിയെന്ന് എടുത്തോളൂ ആ വണ്ടിയെന്ന്. നമ്മളിത് ഇവിടെ ഒരു വല കൊടുത്തേ, ചെറിയ വല. ഇവിടെ ഒരു വരാൽ കൊടുത്ത്, അച്ഛാ വരാൽ കൊടുന്നു, ഒരു വല കൊടുത്ത്. അപ്പോൾ ശങ്കർ ബാബു അവിടെ തപ്പിപ്പോൾ 2 കിട്ടി. പക്ഷെ അവൻ കരക്കോട്ട് കയറിയപ്പോൾ അവൻ്റെ 1 താഴെ പോയെന്ന് പറഞ്ഞു. അതുകൂടാതെ വേറെ വരാലും കിട്ടി.
അപ്പോൾ അത് കാരണം അവനിങ്ങ് കയറിപ്പോകുന്നു. അപ്പം ഞാനിവിടെ ചെന്നിട്ട് ഒന്നിച്ച് തപ്പാം എന്നുള്ള പ്ലാനിങ് അവനിങ്ങ് കയറിപ്പോകുന്നു. അപ്പം ഇവിടെ വരാൽ ഓടുന്നുണ്ടായിരുന്നില്ല, വരാൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊക്കത്തോട്ട് പോവുക. ശങ്കർ പോയിരുന്നു വരാൽ പോയെന്ന് പറഞ്ഞ് അവിടെ പോലെ നമ്മളിങ്ങോട്ട് തപ്പാൻ പോവുക. അപ്പോൾ അപ്പാപ്പയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പീസിനെ ഒന്ന് അപ്പാപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പേനെ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇവിടെ ഒരു വരാൽ മുട്ടി കേട്ടോ. മുന്നോട്ടാണോ പോയത്? മുന്നോട്ടാ പോയത്. തപ്പിക്കൂ. നമുക്ക് രണ്ട് പേർക്കൂടെ ഒരുപോലെ തപ്പാൻ പറ്റത്തില്ല. ഒരാൾ മുന്നേ ഒരാൾ പുറകെ, അങ്ങനെ തപ്പാൻ പറ്റത്തുള്ളൂ കേട്ടോ. താഴത്തില്ല ഇടയിലെ ചെളിയിലില്ല, ഇടയിലെ ചെളിയിൽ ഒന്നാ വരാല് എന്തോ ആ മുട്ടി മുന്നേ കയറി തപ്പിക്കോ, ഞാൻ പുറകെ തരാം. ചുമ്മാ കിടക്കുവാണ് താഴത്തില്ല ഈ ചെളിയില്ലേ. മറ്റേ ചെളിയായിരുന്നെങ്കിൽ ഒരു വരയിലും നിൽക്കാത്തില്ല. ഈ ചെളിക്ക് കട്ടിയുള്ളതാണ്. ഇത് മറ്റേത് ഇതൊക്കെ ഒരു പാളി എന്നാ പുറകോട്ട് പോയിട്ടില്ല, ആ ഭാഗത്തുണ്ട്. വലിയ വരാല് അമരം വരാനാണ് എന്നാ വരാനാണ് ശങ്കര. അതല്ലേ ഞാൻ തിരിച്ച് ചാടി കയറിയത്. ഭയങ്കര വലിപ്പം. എടാ നിന്റെ കെട്ടടിക്കണം ഇവിടെ. ഇത് ഭയങ്കര തല വലിപ്പം. പക്ഷെ തല ഭയങ്കര വലിപ്പം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ കച്ചിയുടെ കുറുങ്ങല് ഇരിക്കുന്നു. ഇല്ല അങ്ങ് വന്നു തോന്നുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല ഇവിടെ ഉറപ്പാടാ, ഉറപ്പാത്. അപ്പം പുറമോട്ട് പോകുന്നുണ്ട്. ഇവിടം വരെ ഒന്ന് നോക്കി. ഓ ഉറപ്പാ ഇവിടെ ഇല്ല. അതാ പറഞ്ഞ അതല്ലേ ഞാൻ തിരിച്ച് റിട്ടേൺ ചാടി കയറിയത്. അപ്പം അതുകൊണ്ട് വെറുതെ തപ്പിയുള്ള നോക്കി. നമ്മൾ രണ്ടുപേര് തപ്പി വെച്ച് നമ്മളെ വെട്ടിച്ചെന്ന് പറഞ്ഞു. ചുമ്മാ നിൽക്കുമായിരുന്നു. ഇങ്ങോട്ട് ചെറുതായിരുന്നു. കൈ വെച്ചോ. മുട്ടിയാ ഈ കാലിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലുണ്ട്. മുട്ടിയാ? ആ മുട്ടി അവിടെ എവിടെയുണ്ട്. കണ്ട ഇത് താന്നിരിക്കുമല്ലായിരുന്നു. തട്ടി കിടക്കണം. അതെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇടത്തരോ? ആ അത് തന്നെ. നല്ല അനക്കമുണ്ട്. ആ മുറിവ് എന്ന് ഓരോ സാധനത്തെ ചെന്ന്
കൃത്യമായിട്ട് എപ്പോഴും തപ്പത്തുള്ളൂ. ചെന്ന് ഇടിക്കുക. നമ്മളെ വലയുടെ ഫ്രണ്ട് ഒരു നുരി കണ്ടാടാ ചങ്ങര. അല്ല അല്ല നല്ലതായിട്ടില്ല. അതിൻ്റെ ഇപ്പറേ ഒരു നുരി പോലെ വേണം. കുഴപ്പമില്ല, ഇച്ചിരി അയവുണ്ട്. പോലെയും കുലാങ്ങലും നല്ലതാണ്. വരാൽ മുട്ടി തുടങ്ങി. വരാൽ മുട്ടി തുടങ്ങണം. വലയുടെ പുറയില്ല. വരാലുണ്ട്, കാണുന്നുണ്ട്. മൊത്തം കമ്പം പോലും ഈർക്കലിയാ കൂടുതൽ. ഇതൊക്കെ വരാനുണ്ടെങ്കിൽ ഇവിടുന്ന് മോട്ടറിയാലിലേക്ക് വരാൻ പാടാ. അല്ല, ഒരു പ്ലാസ്റ്റിക് മുട്ടിയപ്പോൾ ഞാനോടത്ത് വരാലായിരിക്കും. വരാൽ കാണുന്നല്ലോ ഭയങ്കര. ഇവിടെ അതിനെ കണ്ട് ശങ്കര ഒരെണ്ണം തേടാ. എൻ്റെ ഇതിനമ്പടി അങ്ങോട്ട് വന്നടാ. ഇവിടെ കൈയും കാലും ഞാൻ വെച്ചിട്ടുണ്ട്. വലുതായിരുന്നു. ഓ, ഇങ്ങനെ അങ്ങോട്ട് വന്നു നോക്കി. കണ്ട വലുതായിരുന്നടാ അത്. വലുതായിരുന്നു. ഇങ്ങനെ എൻ്റെ ചന്തിയുടെ അടിയിൽ അങ്ങോട്ട് വന്നു. കണ്ടില്ലല്ലേ, കാൽക്കുഴിയില്ല. ഇങ്ങോട്ട് വഴി തുറന്ന മൂന്ന് അങ്ങോട്ടൊരു ചെറുത് പോയ പോലെ എനിക്ക് തോന്നി. വലുതായിരുന്നു എൻ്റെ അടിയൊക്കെ വന്നു. ഒരു ചെറുത് പിന്നെയും മുന്നോട്ട് പോരെ കേട്ടോ. ഇവിടം വരെ വന്നു ആ വലുത്. അതല്ല ഒരു ചെറുത് ഇങ്ങോട്ടിടിച്ചത് ഇവിടം വരെ വരുന്നുണ്ട്. കണ്ടില്ല, നോക്കട്ടെ. ഇങ്ങോട്ട് കാണാ പോകുന്നത്. വല കയറിയാൽ മതി. എന്നാലും കാണാം. ഇരുന്ന് തപ്പിയിട്ട് വരാം. നോക്കണം വരാനുണ്ടെങ്കിൽ. ഇങ്ങോട്ട് കാലിൻ്റെ അടമ്പര അറിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ അവിടുന്ന് വന്ന ചെറുത്. ഇപ്പത്ത് പോകണ്ട. പക്ഷെ ഇപ്പഴ മുട്ടി വലുതായിരുന്നടാ. ഞാൻ പറഞ്ഞല്ലേ. ഇല്ല, പൊക്കിയേക്കോ. ഓട്ടെ
രണ്ടെണ്ണോ? രണ്ട് വരാലാണല്ലേ? രണ്ട് വരാല്. ഇപ്പം പിടിച്ചിട്ടില്ല, ആദ്യം ഇട്ട് ആ ടൈപ്പ് വരാനാളാ മുട്ടിയത് തന്നെ. കൊടുക്കാതെ നമുക്ക് ഇതൊന്ന് നോക്കി വെച്ചാൽ ആ വള്ളികളെ നോക്കിയേക്കാം. ആ ജോച്ചൻ്റെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ജോച്ചൻ്റെ ഒക്കെ ഈ രണ്ട് പൊറോട്ട വെക്കാൻ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് തന്നെ എടുത്തോ ഇത്. നമുക്ക് വരാലോ രണ്ട് വല വെച്ച് തപ്പിക്കിട്ട് വരാലോ. അപ്പം ഞങ്ങളിനി തുടർന്നുമില്ല, അങ്ങോട്ട് വല വെക്കുന്നുണ്ട്. ഈ കള്ളിക്കൊരു വല വെക്കുന്നുണ്ട്. ഇത് രണ്ട് കള്ളിയാണ്. ഈ രണ്ട് കള്ളി കൂട്ടി ഒരു വല വെക്കുന്നുണ്ട്. ആ പടിഞ്ഞാറ് സൈഡ് വള്ളി ഉണ്ടല്ലോ, ആ വീടിൻ്റെ ഒക്കെ പുറയിലായിട്ട്. അപ്പോൾ അവിടെയും വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നമുക്കിപ്പോൾ കണ്ടിട്ട് ഒരു 6 കിലോ മീൻ ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കാം. നമുക്ക് ആ കിട്ടിയ മീനൊന്നെടുത്ത് നമുക്കൊരു വെള്ളത്തെ കിട്ടിയിട്ട് വരാല് കണ്ടു. അവനെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടയച്ചും വേണം അടുത്ത പരിപാടി. നമുക്ക് കിട്ടിയ വരാൽ കേട്ടോ. നമ്മൾ 2 വല വെക്കായിരുന്നു. നമ്മൾ കിട്ടിയ വരാൽ ഇവിടെ വെള്ളത്തിട്ട് കിട്ടിയതിൽ നമുക്ക് 6-7 കിലോ മീനുണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ ചാലിൽ ഇവിടെ ആയിട്ടൊരു വല വെക്കുക. വല വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കിഴക്കോട്ട് അങ്ങോട്ട് ആണ് നമ്മൾ തപ്പി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും.